പ്ലസ് ടു മക്കളെ, നിങ്ങളുടെ സ്കൂളുകളിൽ പ്രാക്ടിക്കൽ എക്സാംസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഒഫീഷ്യലി പോർഷൻസ് എല്ലാം സ്കൂളുകളിൽ കംപ്ലീറ്റഡ് ആയി. അതായത് ഓൾമോസ്റ്റ് അറ്റൻഡൻസ് ക്ലോസ് ചെയ്തു എന്ന് എന്ത് ചെയ്യാം എനിക്കറിയില്ല. അത് ഒഫീഷ്യൽ ആണോ അൺഒഫീഷ്യൽ ആണോ ഇനി പറയാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും അറ്റൻഡൻസ് പരിപാടിയൊന്നും ഇനി ഇല്ല, കഴിഞ്ഞു. അതായത് നിങ്ങൾ ഇത്രയും കാലം ഒരു 60 പേരടങ്ങുന്ന ഒരു ക്ലാസ് റൂമിൽ 5 പേരടങ്ങുന്ന ഒരു ബെഞ്ചിൽ തിങ്ങി നിറങ്ങിയിരുന്ന ആ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് അവസാനിച്ചു. സത്യമാണ്, അത് അവസാനിച്ചു. ഇനി നിങ്ങൾ ക്ലാസ് റൂമുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബെഞ്ചിൻ്റെ ഒരു വശത്ത് അല്ലെങ്കിൽ മറുവശത്ത് മറ്റൊരാൾ, അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ 3 പേര് മാക്സിമം. നിങ്ങളുടെ മുമ്പിൽ എന്തുണ്ടാവും, ഡെസ്കിൽ കുറച്ച് രജിസ്റ്റർ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഒരു പ്രത്യേക ബെല്ലടിക്കുന്ന സമയത്ത് ഒരു എക്സാമിനർ വരുന്നു, ഒരു പാക്കറ്റ് പൊട്ടിക്കുന്നു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് എഴുതാനുള്ള ആൻസർ നിങ്ങൾക്ക് തരുന്നു. ആ പേപ്പറിൽ നിങ്ങൾ എഴുതുന്നത് എന്താ, അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് എഴുതുന്നത്, നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേരോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. നിങ്ങളത് ശ്രദ്ധിച്ചോ അറിയില്ല. ഇതേ എക്സ്പീരിയൻസ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്താണ്, ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്താണ്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത് നമ്മൾ ഒരുപാട് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്ത ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെയുള്ള 2 വർഷത്തെ ജീവിതം 2023 ഒരു ജൂലൈ മുതൽ ആഗസ്റ്റ് തൊട്ട് ഇത്രയും കാലം ഇന്നിപ്പോൾ ഏതാ ഫെബ്രുവരി 15, 2025 ഇന്ന് വരെയുള്ള നമ്മളുടെ ആ ഒരു മൊമെൻ്റ് ആലോചിച്ച് നോക്കിയേ. അതിലൊക്കെ അവരെല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ അത്രയും എൻജോയ് ചെയ്ത മൊമെൻറ്റ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വരുന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മോഡൽ എക്സാം വിട്ടിട്ട് അവരുണ്ടോ നിങ്ങളുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു എക്സാമിൽ? ഭാവി ഇൻ ദ സെൻസ് നിങ്ങളൊരു നെക്സ്റ്റ് കോളേജിൽ പോകുന്നതാണ് ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചാൻസ്. അതല്ലാതെ ഒരു നല്ലൊരു കോളേജ് അഡ്മിഷൻ നേടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലൈഫിൽ സക്സസ് ആവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ മക്കളെ ഇത് നോട്ട് ചെയ്തോ, ഇന്നത്തെ കാലത്ത് ലൈഫിൽ ഏറ്റവും സക്സസ്ഫുൾ ആവണമെന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ് ഓർ ഈസിയസ്റ്റ് മെത്തേഡ് സത്യം പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നല്ല കോളേജ് അഡ്മിഷൻ വാങ്ങാമെന്ന് പറഞ്ഞാൽ. ഇനി ബാക്ക് ടു ദിസ് പോയിന്റ്, ആ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുന്നത്, നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേരല്ല എഴുതുന്നത് അല്ലേ? ഇനി എന്ത് ചെയ്യും? അല്പമൊക്കെ ആ ഒരു പറഞ്ഞ സമയത്ത് എനിക്കറിയാം ചിലപ്പോൾ എന്തോ ഒരു ഫീലിംഗ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ചിലർക്ക് സാർ എന്തിനാ എങ്ങനെ വിഷമിപ്പിക്കും, സാർ എന്തിനാ കുത്തി നോവിക്കുന്നത്? എടാ ഇത് സത്യങ്ങളാണടാ, ഇത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമായിരിക്കും, അല്ലെങ്കിൽ ആരും പറഞ്ഞു തന്നില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത് തിരിച്ചറിയുമായിരിക്കും. അപ്പോൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ? എനിക്കറിയില്ല. കുറേ പേര് ഞാനിപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ക്ലാസ്സസൊക്കെ എഡ്യൂപോർട്ട് പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അഹോരാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, എഡ്യൂപോർട്ടിൻ്റെ കേസാണെങ്കിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 ആഴ്ചയായിട്ട് മാരത്തോൺ ലൈവ്സ് ആയിരുന്നു. എനിക്കറിയില്ല നിങ്ങൾ അത്രത്തോളം അത് കണ്ടു ഉപയോഗിച്ചു എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്തായിട്ടുണ്ട്? അതാണ് എനിക്ക് അറിയേണ്ട കാര്യമായിട്ട്. അതായത് തിങ്കളാഴ്ച കൊടുക്കുന്ന ഫിസിക്സ് എക്സാം അല്ലേ, ഫിസിക്സ് എക്സാമിന് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 14 ചാപ്റ്റേഴ്സിലും അടങ്ങിയിട്ടുള്ള മൊത്തം 79 മാർക്ക് വരും. അതിൽ 60 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. അത് എവിടെ എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് മോഡൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരാൾക്ക് പബ്ലിക് എക്സാം എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി മോഡൽ പഠിച്ചില്ല, മാർക്ക് കുറഞ്ഞു വെച്ച് പബ്ലിക്കിന് മാർക്ക് കുറയുന്നില്ല, നിങ്ങൾ അവിടേക്ക് പഠിച്ചാൽ മതി. എനിവേസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മോസ്റ്റ് യൂസ്ഫുൾ ആയുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഫീലിംഗ് ഒന്നും ഞാൻ അവിടെ തരുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത പ്രോമിസ് ഒന്നും തരുന്നില്ല. ഇനി തിങ്കളാഴ്ച സത്യം പറഞ്ഞാൽ ഒരു 24 മണിക്കൂറേക്കാൾ കുറച്ച് കൂടുതലുണ്ടെന്ന് പറയും. നിങ്ങൾ ഉറക്കത്തിൻ്റെ സമയമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 24 മണിക്കൂർ മാക്സിമം ഉണ്ടാവും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ മൺഡേ നടക്കുന്ന ഫിസിക്സ് എക്സാമിൽ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ 24 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ലൈഫ് നേരെ തിരിച്ചിടാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. അതായത് ഒരു അക്കാഡമിക് കംബാക്കിനൊന്നും 24 അവർ മതിയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങളെ 0യിൽ നിന്ന് ഒറ്റയടിക്ക് നിങ്ങളെ ഫുൾ മാർക്ക് എത്തിക്കാമെന്ന് 24 അവർ കൊണ്ട് പറ്റുമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. അങ്ങനത്തെ കേസൊക്കെ ചിലപ്പോൾ ഒരു കോടി ആൾക്കാരുണ്ടെങ്കിൽ മേ ബി അല്ലെങ്കിൽ 2-3 പേർക്ക് പറ്റും, ബാക്കിയുള്ളവർക്കൊന്നും പറ്റില്ല. എന്നെ കൊണ്ടുവന്നാലും ഒരു 24 മണിക്കൂറൊന്നും പറ്റില്ല. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മക്കളെ, എഡ്യൂപോർട്ടിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് പ്രോമിസ് തന്നിരുന്നു. ആ പ്രോമിസ് എല്ലാം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പെട്ട ഒന്നായിരുന്നു എന്ത്, കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളുടെ ബാക്കിലുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഞാൻ അതിൻ്റെ പോയിന്റ് മറന്നുപോയി, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഫിസിക്സിൻ്റെ കേസിൽ തുടങ്ങുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഞാൻ ഇപ്പോഴും കമൻസിൽ കാണാറുണ്ട്, സാറേ A+ ക്വസ്റ്റ്യൻ പഠിക്കണോ, അല്ലെങ്കിൽ സാറേ NCERT ക്വസ്റ്റ്യൻ നോക്കണോ, സാർ PYQ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, സാറേ തിയറി പഠിക്കണോ, ഇനി ഡെറിവേഷൻ പഠിക്കണോ, ഡെറിവേഷനാണോ ഫുൾ മാർക്ക്? അങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ്, ഭയങ്കര ക്ലട്ടേഡ് ആയിട്ട് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് പറയണം, ഈ സാധനം കേട്ടോ, തിയറി, ഡെറിവേഷൻസ്, ന്യൂമറിക്കൽസ്, ഈ 3 എണ്ണത്തിൽ ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് വരിക, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പറ, ഇതിലേതായിരിക്കും? ഒന്ന് വീഡിയോ പോസ് ചെയ്തൊന്ന് പറയണേ.
സ്വാഭാവികമായിട്ട് കുറേ പേര് ഡെറിവേഷൻ ആയിരിക്കും പറയാം. പക്ഷേ ഞാൻ പറയുന്നത് ഡെറിവേഷനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തിയറിയാണ് കേട്ടോ. സോ എൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞാണ് ഡെറിവേഷൻ. അത് കഴിഞ്ഞ് ന്യൂമറിക്കൽസ് വരുള്ളൂ. ന്യൂമറിക്കൽസ് ഒക്കെ ഒരു 20% ഒക്കെ മാക്സിമം മാർക്ക് വരുള്ളൂടാ. ബാക്കി നിങ്ങൾക്ക് വരാൻ പോകുന്നത് തിയറി തന്നെ ആയിരിക്കും മോർ ദാൻ 50%. തിയറി ഇൻ ദ സെൻസ് അതിൻ്റെ അകത്ത് ലോസ് വരും, അപ്ലിക്കേഷൻസ് വരും, പിന്നെ തന്നെ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വരും, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് വരും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തിയറിയിലാണ് വരിക. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്യുന്ന തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോർ തരാൻ പറ്റുക. ഇനി ഡെറിവേഷൻസ് കേസിൽ അറിയില്ല, പുതിയ പാറ്റേൺ പ്രകാരം എന്താ അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് അതൊരു 30 മുതൽ 40% വരെ മാർക്ക് ഡെറിവേഷൻസിൽ കിട്ടും. ചില വർഷങ്ങൾ 50 കടന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് റോഡ് മെമ്മറൈസേഷൻ മാത്രം, കാണാതെ പഠിക്കാമെന്ന് മാത്രമാണ് ഡെറിവേഷനുള്ള ലോജിക്, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി ന്യൂമറിക്കൽസ് കേസിൽ പുതിയൊരു സാഹചര്യം പ്രകാരം നമുക്കൊരു 20% ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അലൊക്കേറ്റ് ചെയ്യാം. ഇനി എങ്ങനെ പഠിക്കണം എന്നല്ലേ, എവിടെ നിന്ന് തുടങ്ങണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ തിയറി നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റുമെന്നല്ല, നിങ്ങൾക്ക് തീർക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. സാറേ എനിക്ക് തിയറി പഠിക്കണം, ഇതാ നിങ്ങൾക്ക് അതിന് വേറെ ഒന്നും പോകണ്ട. ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല, കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ 1 to 7 അതേപോലെ 8 to 14 നമ്മൾ 2 ദിവസം മാരത്തോൺ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എന്തായാലും 20 മണിക്കൂറോളം രണ്ടും കൂടി ഉണ്ട്. അതെന്തായാലും മുഴുവൻ കാണുന്നു ഞാൻ പറയില്ല. 2 into 2 കണ്ടാൽ പോകുന്ന 10 മണിക്കൂർ മിനിമം വേണം. ഇത് 2 ചാപ്റ്റേഴ്സ് ഇല്ല കേട്ടോ. അത് ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്തില്ല, AC എടുത്തില്ല, EMS ഇല്ല. അത് നമ്മൾ റെക്കോർഡ് വീഡിയോ എടുത്തരും. ഇത് നിങ്ങൾ കണ്ടാൽ മതി. ഇതിൽ ആവശ്യമുള്ള ഭാഗം മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. രണ്ടാമതായിട്ട് ഓൾ ഡെറിവേഷൻസ് എന്ന വീഡിയോ നമ്മൾ ഇന്ന് തന്നെ അപ്പ് ചെയ്തിട്ട് നമ്മളെ ചാനൽ ചെക്ക് ചെയ്താൽ മതി. ഈ ഡെറിവേഷനിൽ ഞാൻ പറഞ്ഞതാ ഈ പറഞ്ഞ 30 to 40%, മേ ബി ഒരു 50% വരെ ഈ ഒറ്റ വീഡിയോയിലുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂറിന് അടുത്തുണ്ട്. കുറേ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചതായിരിക്കും, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ആണ് പ്രശ്നം. ന്യൂമറിക്കൽസും ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ലൈവായിട്ട് തന്നെ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ന്യൂമറിക്കൽസ് ആ ഒരു 20 to 25% സാധനങ്ങളും ഈ ന്യൂമറിക്കൽസിൽ കവർ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലുള്ള ആരോ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. CS സാർ CSനെ പറ്റി മറന്നിടുന്നില്ല. CS ലൈവ് നാളെ രാവിലെ 9 മണിക്കാണ്, ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഇനിയൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി ഒന്നും നിങ്ങൾക്ക് ഇനി പറ്റിയിട്ടില്ലെങ്കിൽ പോട്ടെ, എല്ലാം അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ബ്രാൻഡഡ് നെയിം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് റിവിഷൻ എന്നാണ്. ആ വെടിക്കെട്ട് റിവിഷൻ ഞങ്ങൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തൊരു 10-10:30 വരെ ഒരു 11 മണി വരെ നമ്മൾ അവസാനിപ്പിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതിൽ ഞാൻ പറയും ഇത് മാത്രം കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ, അങ്ങനെയുള്ള ഒരു പ്രോമിസൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കരയുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അത് ഗ്യാരണ്ടി. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല മാർക്ക് ഈ ഒറ്റ ലൈവിൽ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ലൈവ് മാത്രം കാണാനല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊതുവെയുള്ള ടെൻഡൻസി പറഞ്ഞാൽ ഇത് മാത്രം കാണും, ഇതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാണേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ 8 മാസം സ്കൂളിൽ പോയത്, ഒറ്റ ദിവസം ലൈവ് കണ്ടാൽ പോരെ? പറ്റൂലല്ലോ. അപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകരുത്, അത് മാത്രമാണ്. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എന്നല്ല, നിങ്ങൾക്ക് ഫുൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സാധനം ഇവിടെ ഉണ്ട്. നാളത്തെ ലൈവ് മറക്കണ്ട. ലിങ്കൊക്കെ ഞാൻ താഴെ പിന്നെയും കണ്ടു കേട്ടോ. ശരി, ബൈ.